അപ്പോ ഗൈസ് ഞങ്ങൾ വീണ്ടും ഒരു മീൻപിടുത്തമായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മീൻപിടുത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് വലിയ വ്യത്യാസപ്പെട്ടാവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം അല്ലേ? തീർച്ചയായിട്ടും വേണ്ടി പോകുന്നു. വേറൊന്നുമല്ല. അതെ അതെ അതെ. കടയിൽ നിന്ന് മീൻ മേടിക്കാൻ വേണ്ടി നമ്മൾ ബീച്ച് വരെ പോയിട്ട് തിരിച്ചു വരും. അതാണ് നമ്മളെ പരിപാടി. ചൂണ്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പോയിട്ട് വരാം. ഡ്രീം കാർ വഴി ഒരുത്തനെയും കൂടി തപ്പിപ്പൊക്കിയിട്ടുണ്ട്. ഇന്ന് തൂഫാനാണ്, തൂഫാൻ. ഡ്രോണും കൊണ്ടുള്ള തൂഫാനായിരിക്കും. നമ്മൾ ലിവർപൂളിൽ എത്തിയിട്ടോ. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് ലാൻഡിനോ എന്ന് പറഞ്ഞിട്ടുള്ള വെയിൽസിൽ, നോർത്ത് വെയിൽസിലുള്ള സ്ഥലത്തായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ആക്ച്വലി ഇത് പ്ലാനേ ഉണ്ടായിരുന്നില്ല. ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തിറങ്ങി ചാടിയതാണ്. ഓക്കെ, ഇപ്പോൾ ലിവർപൂളെത്തി. ലിവർപൂളിൽ ബീച്ചിൽ മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു സ്പോട്ടിൽ പോയി നോക്കി. ഞങ്ങളുടെ കയ്യിൽ മീൻ പിടിക്കാനുള്ള ചൂണ്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിൽ ഇടാനുള്ള വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നു. വെയിറ്റ് ഒന്നും ഇവിടെ തപ്പി ഡെക്കാത്തളൊന്നൊക്കെ ഇവിടുത്തെ ലിവർപൂളിൽ ഡെക്കാത്തളൊന്നും ആ സാധനം പോലും കിട്ടാനില്ല. പിന്നെ അതിന് ടാക്കിൾ മേടിക്കാൻ വേറൊരു സ്ഥലത്ത് പോയി ആ വെയിറ്റ് മേടിച്ച് അവിടെ നിന്ന് വീണ്ടും വേറൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കറങ്ങി, ഒരു പ്ലാനും ഇല്ലാതെ വരുന്ന വരവാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ലിവർപൂൾ സിറ്റിക്കകത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഈ പറഞ്ഞ ടണലിനകത്തൂടെയൊക്കെ കടന്നിട്ട് മറ്റൊരു ബീച്ചിലേക്ക് എത്തി ലിവർപൂളിൻ്റെ. ഓക്കെ, ഇവിടെ ഞാൻ ഏകദേശം ഒരു 3 പ്രാവശ്യം കണ്ട് വന്നിട്ടുണ്ട്. ഇതുകൂടി 4ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു നല്ലൊരു സ്ഥലമാണ്. ഒരു ബീച്ച് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഓക്കെ, ലിവർപൂളിൽ തന്നെ പാർട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഉറപ്പാണ് മീനൊന്നും കിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വൈബിൻ്റെ പുറത്തിറങ്ങി ചാടിയതാണ് കേട്ടോ. നിങ്ങളിതിൽ കണ്ടിട്ട് മീനെവിടെ എന്ന് ചോദിക്കരുത്. മീനൊന്നും കാണാൻ പോയിട്ട് കാണില്ല. കഴിഞ്ഞ പ്രാവശ്യം മീൻ മേടിക്കാൻ പോയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടാണ് വീട്ടുകാരെ പറ്റിച്ചത്. ഇപ്രാവശ്യം പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കടലിലേക്ക് പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഏരിയ ഒക്കെ ഭയങ്കര നൈസായിട്ടുള്ള ഏരിയ. ഇനി നമുക്ക് ഡ്രോൺ ഫുട്ടേജുകളാണ് കൂടുതലും. സോ ഇതാണ് നമ്മളുടെ ബീച്ചിൽ ഇപ്പോൾ 2 ഡ്രോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് DJI Mini 4 Pro, അതിനുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. മറ്റൊന്ന് മറ്റേ സംഭവം, അത് സ്പീഡിൽ പോകുന്ന റോക്കറ്റ് പോലെ പോകുന്ന സാധനമാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ DJI Mini 4 Proൻ്റെ വീഡിയോ ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ക്വാളിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. നമ്മൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു ഡ്രോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതലും ഡ്രോൺ ഫുട്ടേജാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാനുള്ള സ്പോട്ടിലെത്തി. വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി കിടക്കുവാണ്. നമ്മൾ ഫസ്റ്റ് 2 പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ അറിയാലോ, ആസ് യൂഷ്വൽ അറിയാത്തതുകൊണ്ട് തന്നെ വലിയൊരു കോമഡി ആയിരുന്നു. പക്ഷേ താഴത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാണെന്നാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഡ്രോണിൽ നിന്ന് മണ്ടേ കയറി നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു കരയിലേക്കാണ് ഞങ്ങൾ ഇത്ര നേരം കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇത് വെള്ളം അടിച്ച് കയറി ഇതിപ്പോൾ എന്താണ് ലോട്ടായിട്ട് സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് വെള്ളമില്ല. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവറ്റയും അതുപോലെ DJI Mini ഒരേ ഫ്രെയിമിൽ. സോ അതിനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അതൊരു റോക്കറ്റ് എഞ്ചിൻ വെച്ച് പിടിച്ച് പോകുന്ന പോലെയാണ് DJI Mini അവറ്റ പോകുന്നത്. ഇത് പ്രോപ്പർ നമുക്കൊരു എന്താ പറയുക, സിനിമാറ്റിക് ഫുട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വൈബ് ഫീലൊക്കെ തരുന്ന ഒരു ഡ്രോണാണ്. ഒരു സ്പോർട്സ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. കുറച്ച് എന്താണ് അഡ്വഞ്ചറസ് ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഡ്രോണാണ് കേട്ടോ. ഓക്കെ, മീൻ പിടിക്കാൻ വന്നിട്ട് ഡ്രോണിൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രക്ഷയില്ലാത്ത ഡ്രോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവറ്റ അതിലുള്ള ഇതും DJI Mini 4 ആണ്. നമ്മളത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാസ്റ്റ് ചെയ്ത് നമ്മുടെ രഞ്ജിത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ മനസ്സിലാവാൻ കാസ്റ്റ് ചെയ്യാൻ അറിയുന്നു കേട്ടോ. അവനും കാസ്റ്റ് ചെയ്യാൻ അറിയില്ല, ഞങ്ങൾക്കും കാസ്റ്റ് ചെയ്യാൻ അറിയില്ല. ഞങ്ങൾ ചുമ്മാ സാധനം പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ് പഠിക്കുകയാണ്. അപ്പോഴാണ് അവിടെ അറ്റത്ത് 2 പ്രോ മീൻപിടുത്തക്കാരൻ. ഇത് മിനി നമ്മുടെ അവറ്റ എന്നുള്ള ഷൂട്ടാണ് കേട്ടോ. അത് പിന്നെ ഒരു വേറെ വൈബ് ഷൂട്ടാണ്.
ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു വേറെ പർപ്പസിന് വേണ്ടി ഇറക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വലിയൊരു പരിപാടിയൊന്നും കൊടുത്തിട്ടില്ല. സോ പിന്നെ അതെ ഞാനവിടെ നിൽക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ടോ. അപ്പോൾ വേറൊരു വൈബിലൂടെയാണ് ഈ ഒരു സാധനം പോവുക, ഈ ഡ്രോണ് പോവുക. ഇതിൻ്റെ ഫുട്ടേജ് അതിൻ്റെ ഫുട്ടേജ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലായിരിക്കും ഇതിന് കാണാം. അതിൻ്റെ ഗോഗിൾസ് ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഫീല് വേറൊരു ഫീലിനായിരിക്കും കേട്ടോ. നമുക്ക് അതിനകത്ത് നമ്മുടെ VR ക്യാമറകൾ മറ്റേ ഗോഗിൾസ് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് അതിനകത്ത് കിട്ടുക. ഞാനിവിടെ ചൂണ്ടലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, തോന്നുന്നുണ്ടോ മീൻ പിടിക്കാൻ അറിയുന്ന പ്രോ ആണെന്നുള്ളത്? ഒന്നല്ല, ആ സാധനം കെട്ടാൻ വരുന്ന ഒരു പാടാണ് ഞാൻ കാണിക്കുന്നത്. ഒരൊറ്റ എയറാണ് ഞാൻ അതിനകത്ത് കയറി. ഇതേ കണ്ടില്ലേ അവൻ്റെ എയറിലൊന്നും നോക്കൊന്നും വേണ്ട, അതൊക്കെ എറിയുന്ന കരയിലേക്ക്. അതേ കണ്ടില്ലേ ഇവിടെയൊക്കെ മണ്ണാണ് ഗൈസ്, മണ്ണ് കണ്ടില്ല. ഇവിടെയാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത്. പരൽമീൻ പോയിട്ടൊരു സാധനം പോലും കിട്ടൂല ഇവിടെയൊന്നും. അപ്പോൾ നമ്മുടെ ഡ്രോണ് അങ്ങനെ കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രോണ് പല രീതിക്കുള്ള ഫുട്ടേജുകളൊക്കെ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ഞങ്ങളൊന്നും കാണുന്നില്ല ഈശ്വര. ഈ താഴത്ത് ആണ് ഞങ്ങൾ ഇത് കണ്ടില്ലേ, മണൽത്തിട്ടകളാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ടാവും പിന്നെ മീൻ കിട്ടുമോ? എന്തൊക്കെ കോമഡിയാണ് അല്ലേ. സോ ഗൈസ്, അപ്പോൾ ഇത് ലിവർപൂളിലെ ഒരു അത്യാവശ്യം നീറ്റായിട്ടുള്ള വെടുപ്പായിട്ടുള്ള വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ. ഇവിടെ വേസ്റ്റ് ഒന്നും കൊണ്ടിടാൻ പറ്റില്ല. 1000 പൗണ്ട് ഫൈനാണ്, 1,00,000 രൂപ പോവും കയ്യിൽ നിന്ന്. പിന്നെ ഇതേ കണ്ടല്ലേ, ഇവനെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുകൊണ്ട് തന്നെ ഇവന് കുറച്ച് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കൂടുതലാണ്. ഈ ഒരു പർപ്പസിനാണ് ഈ ഡ്രോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് കാണാനും പറ്റുന്ന ഈ പറഞ്ഞതിനകത്തേക്ക് നമ്മളൊന്നും നോക്കൂല. പക്ഷേ ഈ ഡ്രോൺ വെച്ചിട്ട് അങ്ങനെയുള്ള കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതേ നമ്മുടെ മീൻ പിടിക്കുന്ന സ്പോട്ടിൽ ഇതേ കണ്ട എറിയുന്ന ഏറ് കണ്ടില്ലേ, ഇപ്പം കിട്ടും അയില, മണ്ണിലാണ് പോയി കിടക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഫുൾ മീൻ പിടിക്കാനുള്ള സെറ്റപ്പ്. ഞാനിവിടെ ഇരുന്ന് അറ്റത്ത് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സാധനം കിട്ടൂല എന്നുറപ്പാണ് കേട്ടോ. കൊളുത്തി വലിക്കുമ്പോൾ നമ്മളെന്തോ വലുത് വരുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പുറത്ത് കിടക്കുന്ന ആ പായലാണ് വലിച്ചു കയറ്റുന്നത് ഗൈസ്. ഞങ്ങളൊരു സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതായത് കടലിൽ കിടക്കുന്ന പായലൊക്കെ കരയിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സൽപ്രവൃത്തി. എന്തായാലും കൊള്ളാം. ഡ്രോണിൻ്റെ ബാറ്ററി ലൈഫ് ഭയങ്കര കുറവായിരിക്കും ഈ പറഞ്ഞ അവറ്റയുടെ. ഓക്കെ, മറ്റേതൊരു 35 മിനിറ്റ്സ് വരെയൊക്കെ കിട്ടും. അത്യാവശ്യം ഫുട്ടേജൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നോക്കുമ്പോൾ ഒരു കപ്പൽ പോകുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മുടെ ഡ്രോൺ അങ്ങോട്ട് നടുകടലിലേക്ക് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ പറത്തുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ പറത്തുന്നത്. കാരണം നമ്മളിതിനകത്ത് ഡ്രോൺ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെയുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ അടുത്തും മറ്റേ ഗാർഡിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോയി ഡ്രോൺ പറത്തുന്നതിൻ്റെ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഡ്രോൺ പറത്തുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോൺ പറത്തുന്നത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ആരും വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ ഡ്രോണ് പോയ കപ്പൽ പോയ ആ ഒരു വഴി ഏറ്റവും ബാക്കിൽ ഡ്രോണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നല്ല ഡിസ്റ്റൻസിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കടലിൻ്റെ മേലുള്ളൊരു ഓളം അതൊരു വേറെ വൈബ് തന്നെയാണ് നമുക്ക് ഈ ഡ്രോൺ വെച്ചെടുത്തത്. ഇതെൻ്റെ സുഹൃത്തിൻ്റെ ഡ്രോണാണ്, അവനാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ അതിനൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വേണം, എന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മീൻ പിടിക്കാൻ വന്നിട്ട് മീനൊന്നും കണ്ടില്ലല്ലോ, ഇല്ലെങ്കിൽ മീൻ പിടിക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്നത് കാണാനായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഡ്രോൺ പറത്തുന്നതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ദേ വരുന്നു ഒരാൾ പാരച്യൂട്ടായിട്ട് പറന്നു വന്നിട്ടുണ്ട്. പിന്നെ അവറ്റ അങ്ങോട്ട് പറത്തി വിട്ടായിരുന്നു. ഒക്കെ നല്ലൊരു ഡിസ്റ്റൻസിൽ നമുക്ക് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. ഡ്രോണൊക്കെ കൊണ്ടുവന്ന് പറത്താനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഈ കടൽ തീരത്ത്. നമ്മുടെ നാട്ടിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇവിടെ അത് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഇനി ഒരുത്തനെ കൊല്ലാൻ കൊണ്ടുപോവാണ്. അതായത് ഇന്ന് ഈ ട്രിപ്പ് വരാൻ തന്നെ കാരണം നമ്മുടെ സുഹൃത്തായിട്ടുള്ള രഞ്ജിത്തിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ അവൻ ആണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മാഞ്ചസ്റ്റർ വന്ന് ഞങ്ങൾ വിളിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ രസമില്ലല്ലേ അല്ലേ. നമ്മൾ താഴത്തുനിന്ന് കാണുന്നൊരു വിഷ്വലേ അല്ല, മോളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ അതൊരു വേറൊരു ഫീലാണ് നമുക്ക് അതിനകത്ത് കിട്ടുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിഷ്വൽസ് ഒക്കെ കണ്ടടിച്ച് പൊളിച്ചിരിക്കുകയെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളിതിപ്പോൾ ലിവർപൂളിൻ്റെ ഒരു ബീച്ചിലാണ് കേട്ടോ, ഏതൊരു ബീച്ചിലാണ്. എന്തായാലും ഞങ്ങൾ എല്ലാ പ്രാവശ്യത്തെ പോലെ മീൻപിടുത്തം മുഞ്ചിപ്പോയി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുഞ്ചിപ്പോയി. മീൻ പിടിക്കാൻ അറിയില്ല ഒന്നാമത്തെ കേസ്.
എല്ലാ യൂട്യൂബ് വീഡിയോ മറ്റു വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നിട്ടാണ് മീൻ പിടിക്കാൻ വന്നത്. എറിയാൻ പോയിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല. അറിയാൻ കണ്ടല്ലോ നിങ്ങൾ വിഷ്വൽസ്. അപ്പോൾ അന്യായ കോമഡികൾക്ക് ശേഷം എന്തായാലും കുറച്ച് വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റി എന്ന് തോന്നുന്നു. ലിവർപൂളിലെ അതായത് ഏത് ബീച്ചാടാ? ഏതാ ബീച്ച്? ഇത് ക്രോസ്ബി. അപ്പൊ ആ ബീച്ച് കണ്ട് കുറച്ച് ഡ്രോൺ പറത്തിയ ഒരു സന്തോഷത്തിൽ അങ്ങോട്ട് പോവാണ്. എന്താടാ നിങ്ങളുടെ മീൻ പിടുത്തത്തിന്റെ അഭിപ്രായങ്ങൾ പറ. ഞാൻ പറത്തുമായിരുന്നു, അതുകൊണ്ട് മീൻ പിടിച്ചതിനെ പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. ചുമ്മാ അവൻ പറത്താൻ വേണ്ടി വന്നതാ. നിന്റെ ഏറുണ്ട്, അവന്റെ ഏറുണ്ട്, എന്റെ ഏറുണ്ട്, അവന്റെ ഏറുണ്ട്. എല്ലാവരും എറിഞ്ഞ് എന്തായിന്ന് വെച്ച് കഴിഞ്ഞാല് മീൻ പോയിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല. അയ്യോ അതെ, മീനില്ല, ഒരു തേങ്ങയില്ല. മീനില്ലാണ്ടല്ല എറിയാണ്ട് ചെറിയ മീനും കണ്ടില്ല. ആ ചെറിയ മീൻ കണ്ട്, ചെറിയ പരൽ. ആ ചെറിയ മീൻ ഉണ്ടായിരുന്നു, ചൂണ്ടയ്ക്ക് ഒടുങ്ങിയില്ല. അത് ഈ പരലിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത സാധനം. അപ്പൊ എന്തായാലും പൊളിച്ച് പോവാം. ലൈഫ് ഗാർഡ് അവരുടെ വണ്ടിയൊക്കെ ഇട്ട് പോവാണ്, പണി കഴിഞ്ഞ് പോവാ. എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ മീൻ പിടുത്ത ട്രിപ്പ് പോയിച്ചാണ് കൈസ്. ആരെങ്കിലും പണി അറിയുന്ന ആളുകൾ ഒരു ദിവസം ഞങ്ങൾ ട്രിപ്പിന് കൊണ്ടുപോകണം. ഞങ്ങൾ എത്ര പേരുണ്ട് ഒന്ന് പഠിപ്പിച്ചു തരണം. റോഡും റീലും പരിപാടികളെല്ലാം ഉണ്ട്. ഇനി വേറെന്തെങ്കിലും ഇതിനകത്ത് പിഴവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു തരിക. പഠിക്കാൻ റെഡിയാണ്. ഓക്കെ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരുത്തനെ കൊല്ലാനുണ്ട്. അയ്യോ ഒരുത്തനെ കൊല്ലാനുണ്ട്. ഇവൻ ഇതേ പോകുന്നില്ലേ? ബർത്ത്ഡേ 38 വയസ്സായതിന്റെ ഹാപ്പി ബർത്ത്ഡേ. അതായത് കഴിഞ്ഞ 32 വയസ്സായ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോ ഇവൻ ആക്ച്വലി ഇല്ലേ 60 നീക്കി പോണത്. അപ്പൊ 32 വയസ്സായ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോ ഇവർ ആക്ച്വലി ഇല്ല എന്നെ കൊന്ന്. അപ്പൊ ഞങ്ങൾ ഇനി കൊല്ലാൻ കൊണ്ടുപോവാ, അറുക്കാൻ കൊണ്ടുപോവാ. അപ്പൊ കാണിച്ചു തരാം പറ്റുവാണെങ്കിൽ, കാണിക്കാൻ പറ്റുന്ന രംഗങ്ങളാണെന്നുണ്ടെങ്കിൽ. സോ നമ്മൾക്ക് ഇനി ഒരു പാർട്ടി ഉണ്ട്, രഞ്ജിത്തിന്റെ പാർട്ടി. അവനെ കൊല്ലണം. അതിന് അവൻ ടാക്കാമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും കൂടി എന്നെ കൊന്നായിരുന്നു. അപ്പോൾ സോ ഇപ്രാവശ്യം അവരെ കൊല്ലും. വരുന്ന വഴിക്ക് നമ്മുടെ നാട്ടിൽ ഇത് കടുകും പൂ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതും ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ മസ്റ്റാർഡ് മറ്റേ ഇത് ഫീൽഡ് പോലെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അങ്ങനെ അതല്ല, ഇത് വേറെന്തൊരു സാധനമാണ്. അതിൻ്റെ ഓയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് കേട്ടോ. രക്ഷയില്ലാത്ത വിഷ്വൽസാണ്. ഇന്ന് കാരണഭൂതന്റെ എല്ലാ കുടിയന്മാരും വീടെടുത്ത് കാണിക്കുവാണ്. അപ്പൊ അവനെ ഞങ്ങൾ മുടിപ്പിച്ചു ഗൈസ്. വിചാരിച്ച പോലെ തന്നെ മുടിപ്പിച്ചു. അതെ. ഇനി അടുത്ത ഇവന്റെ കലാപരിപാടിയാണ്. അടുത്ത ഇവന്റെ കലാപരിപാടിയായിട്ട് പോവാണ്. താക്കാമക്ക കയ്യിൽ കയറിട്ട് കത്തിക്കുക. അവന്റെ കൈ ഇപ്പൊ കത്തുന്നതായിരിക്കും. ഇത് താക്കാമൊക്കെ എല്ലാം സ്പിരിറ്റ് കത്തില്ല. ഇവിടെ ഞാൻ കണ്ടില്ല. നേരെ കത്തിക്ക്. നേരെ ഒന്നും കൂടി കത്തിക്ക്. കിട്ടിയില്ല. പൊട്ടിത്തെറി അത് എയ്റ്റ് എടുത്ത് എന്നിട്ട് കത്തിക്കാം. ബുദ്ധി വേണം. അഭിനയിക്കണം. അത് അഭിനയിക്കണം. ഇല്ല എക്സ്പെരിമെന്റ് പോടി വണ്ടിയിൽ എന്തായാലും കത്തിക്കും. സൂപ്പർ. താക്കാമാക്ക
പൊളിയാണെന്നാണ് പറയുന്നത്. കയ്യിലൊക്കെ കത്തുന്നുണ്ട്. അടിച്ച് ഉറക്കം വരുന്നു. ഉറക്കമാണ് തെറ്റിരിക്കുന്നു. 12 മണിയായിരിക്കും. അതെ 45 വയസ്സായി അവന്റെ അതെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഹാപ്പി ബർത്ത്ഡേ. 45 വയസ്സായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞുട്ടാ. ബൈ ബൈ.